ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ബ്രെഡ് ആൻഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ആദ്യം അതിന് വേണ്ടി 2 മുട്ട എടുത്ത് ഞാൻ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഇനി നമുക്ക് 2 സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആകും. ഒരു യെല്ലോ കളറൊക്കെ ആകുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 2 ബ്രെഡ് എടുത്ത് വെക്കാം. 2 ബ്രെഡ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുക്കാം. മൊരിച്ചെന്ന് പറയുമ്പോൾ ഒത്തിരി മൊരിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരെ വെച്ചാൽ മതി. അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചതിന് ശേഷം നമുക്ക് അതെടുത്ത് മാറ്റി വെക്കാം. അപ്പുറം ഇപ്പുറം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിന് മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ആ എഗ്ഗിൻ്റെ ആ ബാറ്ററില്ലേ അതതിന് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മേലിലേക്ക് നമ്മൾ വെച്ച് എടുത്ത് ആ ഫ്രൈ ചെയ്ത 2 ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 ബ്രെഡ് വെച്ച് കൊടുത്തു ഒന്ന് എഗ്ഗൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും പയ്യെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടത് അപ്പുറം ഇപ്പുറം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡിയായി.